ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിലവിളി സ്വർഗത്തിലെത്തുമ്പോൾ പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിജയം ദൃശ്യമാകുന്നതിന് മുമ്പ് വിശ്വാസം രഹസ്യമായി രൂപപ്പെടുന്നു. ദാവീദ് ആദ്യം ഗോലിയാത്തിനെ അല്ല നേരിട്ടത്. അവൻ നേരിട്ടത് ഭയത്തെയും ഏകാന്തതയെയും അപകടത്തെയുമാണ്. ദാവീദ് പിന്നെയും സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 17:37. ആ രഹസ്യ പോരാട്ടങ്ങൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എന്ന ഭാവത്തെ നീക്കം ചെയ്യുകയും ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയം പകരം നൽകുകയും ചെയ്തു. ഇന്നും അതേ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു സ്ത്രീ ആഴമുള്ള കിണറ്റിൽ വീണു. അവസാനത്തെ 5 അടിയിൽ അവളുടെ ശക്തി ക്ഷയിക്കുന്നു. പക്ഷേ അവളുടെ നിലവിളി ഉയരുന്നു. ഒരു വിധവ നാശത്തിന് മുൻപിൽ നിൽക്കുന്നു. ദൈവമല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ സ്വർഗം മറുപടി നൽകുന്നു. ഇതാണ് സത്യം. നിങ്ങളുടെ പരിധിയിൽ എത്താൻ ദൈവം അനുവദിച്ചേക്കാം. അതുവഴി അവൻ്റെ ശക്തിക്ക് പരിധികളില്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ സിംഹം അവസാനമല്ല, നിങ്ങളുടെ കരടി പരാജയവുമല്ല. അവ ഒരുക്കങ്ങളാണ്. പിന്നെ നിങ്ങളുടെ ഗോലിയാത്തോ അത് വീഴും. നിങ്ങളുടെ കരുത്തുകൊണ്ടല്ല, പകരം നിങ്ങളുടെ സമർപ്പണത്താൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മരുഭൂമിയിൽ ദാവീദിനെ കേട്ടവനെ, ഞങ്ങളുടെ രഹസ്യ പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെയും കേൾക്കണമേ. ഭയം സിംഹത്തെപ്പോലെ ഞങ്ങളെ വളയുമ്പോൾ, സമ്മർദ്ദം കരടിയെപ്പോലെ ഞങ്ങളെ തകർക്കുമ്പോൾ, അങ്ങയോട് നിലവിളിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എനിക്ക് കഴിയും എന്ന അഹങ്കാരം നീക്കി ദൈവം ചെയ്യും എന്ന വിശ്വാസത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ, ഞങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയിൽ അങ്ങയുടെ രക്ഷാകരമായ കൈ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഗോലിയാത്തും വീഴട്ടെ. അങ്ങനെ അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.